ഈ വർഷത്തെ പുതുവർഷ പുലരി ഒരുപക്ഷെ കോഴിക്കോട് പുതുപ്പടിയിലെ യുവാക്കൾ ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നായി മാറുകയായിരുന്നു. കാരണം പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഇവരുടെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം കത്തിയമരുകയായിരുന്നു. തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് പ്രധാനം. പോലീസ് ഇതുവരെ കേസെടുക്കാനും തയ്യാറായിട്ടില്ല. 2026 ജനുവരി 1 പുലർച്ചെ ലോകം പുതുവത്സരത്തെ സ്വാഗതം ചെയ്യുമ്പോൾ കോഴിക്കോട് പുതുപ്പാടിയിൽ ഒരു കൂട്ടം യുവസംരംഭകരുടെ സ്വപ്നം തീ വിഴുങ്ങുകയായിരുന്നു. ഒരു 3 മണി 3:20 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നിന്ന് കാണേണ്ട ആ ഒരു സാഹചര്യം മാത്രമായിപ്പോയി. കാരണം അത്രയ്ക്കും ബേണായിപ്പോയി. എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു, ഞങ്ങളിപ്പം 10 വർഷമാകും പോവാണ്. 10 വർഷമായി ഞങ്ങൾ ഓൾറെഡി കമ്പനി ഫോം ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ന്യൂ ഇയർ ആണ് ഞങ്ങളുടെ ലൈഫിൽ ആക്ച്വലി ഞങ്ങളുടെ ജീവിതമാർഗവും കൂടിയാണിത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ സ്ഥലത്തില്ലായിരുന്നു, കോയമ്പത്തൂരായിരുന്നു ഈ തീപിടുത്തമുണ്ടായ സമയത്ത്. അപ്പോൾ നമ്മൾ തീപിടുത്തം ഉണ്ടായെന്ന് നമ്മളിവിടെ വിവരം അറിയിച്ചപ്പോൾ ചെറിയൊരു സ്പാർക്കാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് ഏകദേശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. നമ്മൾ 10 വർഷത്തെ അധ്വാനത്തിൽ നിന്ന് നല്ലൊരു ഭാഗമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ചുരം മാലിന്യ സംരക്ഷണ സമിതി പ്രവർത്തകരായിരുന്നു ഈ ചെറുപ്പക്കാർ. ചുരത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന സ്വപ്നമാണ് ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലേക്ക് ഇവരെ എത്തിച്ചത്. 10 വർഷത്തെ കഠിനാധ്വാനമാണ് തീ വിഴുങ്ങിയത്. വെളുപ്പിന് 3:30 എനിക്ക് ഇവിടുന്ന് കോള് വരികയാണ്. അതായത് ഞങ്ങൾ വാർഡ് മെമ്പറുടെ അടുത്തുനിന്ന് കോള് വരികയാണ്. ഓഫീസ് മൊത്തം കത്തി ഓടി വാന്നും പറഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ക്യാബിന് പൊട്ടിത്തെറിക്കുന്നതാണ് ഫസ്റ്റ് കാണുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ വരുമാന മാർഗ്ഗമാണ് ഈ ഓഫീസ് കത്തിയതിലൂടെ ഞങ്ങൾക്ക് നഷ്ടമായത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നത് വെറുതെ കേട്ട പോലെ ഒരു സ്വപ്നം പോലെ ഫീൽ ചെയ്തുള്ളൂ. വന്ന് കയറി നോക്കിയപ്പോൾ നമുക്ക് ആകെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അന്ന് വരെ ഇരുന്ന ക്യാബിനൊക്കെ വെറും ചാരം പോലെ കിടക്കുമ്പോൾ വിഷമം. ഇതുപോലൊരു ന്യൂ ഇയർ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരും. ഇവിടെ നിന്ന് അത് സെഗ്രിഗേറ്റ് ചെയ്ത് പല കാറ്റഗറീസാണ്, അത് സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ജോലിയാണ് ഇവിടെ ചെയ്തിരുന്നത്. ഏകദേശം 45ഓളം തൊഴിലാളികൾ ഇവിടെ സ്ഥിരം ജോലി ചെയ്തിരുന്നു. ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം അവരുടെ ജോലി താൽക്കാലികമായി നമ്മൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ്? റോഡിൽ നടന്ന പുതുവത്സര ആഘോഷത്തിനിടെ പടക്കങ്ങൾ ഇവിടെ വന്ന് വീണതാണോ? അതല്ല ഫാക്ടറി നശിപ്പിക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടുകൂടി ആരെങ്കിലും തീ കൊടുത്തതാണോ? ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് തീപിടിക്കുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പേ ഗോഡൗണിൽ ആളുകളുണ്ടെന്ന് മനസ്സിലായി. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു പടക്കം പൊട്ടിച്ചതല്ല, തീപ്പൊരി വീണതല്ല, മനഃപൂർവ്വം ആരോ ഇത് കത്തിച്ചതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത തെളിവുകൾ വെച്ചിട്ട് അവർ ഇന്നല്ല നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ നീങ്ങി പോവുകയാണ്. ഇന്നേക്കിപ്പം കത്തിയിട്ട് 13ാമത്തെ ദിവസമാണ്. പക്ഷേ ഇതുവരെ കേസ് എടുത്തിട്ടില്ല. കത്തിയെരിഞ്ഞു തീരുന്നത് കെട്ടിടങ്ങളും ഉപകരണങ്ങളും മാത്രമല്ല, 100 കണക്കിന് മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ കൂടിയാണ്. ഇത്തരം തീപിടുത്തങ്ങൾ തടയാൻ വലിയ ജാഗ്രതയും മുന്നൊരുക്കങ്ങളുമാണ് ആവശ്യം. ജസ്റ്റിൻ മാത്യുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.